തിരോധാനത്തിൽ 11 ദിവസമാണ് പ്രതി സെബാസ്റ്റ്യനെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തത്. ഈ ദിവസങ്ങളിൽ അന്വേഷണ സംഘം കണ്ടത് പ്രതിയുടെ വിചിത്രമായ പെരുമാറ്റം. അതായത് ഒരു കുറ്റം ചെയ്താൽ അതെങ്ങനെ ഒളിപ്പിക്കണമെന്ന എല്ലാ തന്ത്രങ്ങളും അറിയാവുന്ന കുറ്റവാളിയായിട്ടാണ് ക്രൈംബ്രാഞ്ച് സെബാസ്റ്റ്യനെ കാണുന്നത്. എസ് ശരൺ നൽകും ഈ അന്വേഷണത്തിന്റെ വിവിധ ഘട്ടങ്ങളിലെ പ്രതിയുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അന്വേഷണത്തിന്റെ പല കണ്ടെത്തലുകളും. ശരൺ, നമുക്കറിയാം ഈ ഇദ്ദേഹത്തിന്റെ സ്വഭാവ സവിശേഷതകൾ തന്നെ ഒരുപാട് ദുരൂഹതകൾ ബാക്കി വെക്കുന്നതാണ്. ഈ മകന്റെ കാര്യത്തിൽ മാത്രം വൈകാരികമാകുന്ന ആൾ, മറ്റൊരു കാര്യങ്ങളിലും വൈകാരികതയില്ലാത്ത ആൾ. ഈ തിരോധാന കേസുകളിൽ ഉള്ള സ്ത്രീകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട വർഷങ്ങളുടെ ഇടവേള, ഇത് കൊലപാതകത്തിനടക്കം ഇയാൾ കൊലപാതകം നടത്തി അതിനുശേഷം തെളിവ് നശിപ്പിക്കാനായി എടുത്ത കൃത്യമായ ഒരു സമയം, ഇതിലൊക്കെ കണക്കുകൂട്ടലുണ്ടോ, കൃത്യമായ ആസൂത്രണം പ്രതിക്കുണ്ടോ എന്നുള്ള കാര്യമാണ് അന്വേഷണ സംഘം സംശയിക്കുന്നത്. പക്ഷേ ഈ പ്രതിയുടെ സ്വഭാവം അത് വളരെ വിചിത്രമാണല്ലേ ശരൺ? റോഷ്നി, തീർച്ചയായിട്ടും ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് അങ്ങനെയാണ്. ഇതുപോലെ വിചിത്രമായിട്ടുള്ള സ്വഭാവമുള്ള ഒരു പ്രതിയെ ഇതുവരെ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ 11 ദിവസമായിട്ട് ഈ പ്രതിയായ സെബാസ്റ്റ്യൻ ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിൽ തുടരുകയാണ്. തുടക്കത്തിൽ 7 ദിവസം ഇയാളെ തുടർച്ചയായി ചോദ്യം ചെയ്യുന്ന സാഹചര്യമുണ്ടായിരുന്നു. അത് ക്രൈംബ്രാഞ്ച് SP-യുടെ നേതൃത്വത്തിലാണ് പലപ്പോഴും ചോദ്യം ചെയ്തത്. അതിലൊന്നും തന്നെ ഒരു ലീഡും ലഭിച്ചിരുന്നില്ല. ഒരു സൂചന പോലും നൽകുന്ന മറുപടി ഇയാളുടെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്തിരുന്നത്. ഇതോടുകൂടിയാണ് 7 ദിവസം കൂടി കസ്റ്റഡിയിൽ വേണമെന്നുള്ളത് അന്വേഷണ സംഘം കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നത്. അത് പ്രകാരം പിന്നീട് 7 ദിവസം കൂടി കസ്റ്റഡിയിൽ ലഭിക്കുന്നു. ഇപ്പോഴും അന്വേഷണ സംഘം പറയുന്നത് എങ്ങനെയാണോ പ്രതി തുടക്കം മുതൽ തന്നെ ഉണ്ടായിരുന്നത് ആ നിലയിൽ തന്നെ ഇപ്പോഴും തുടരുകയാണെന്നുള്ളതാണ്. ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ചിരിയാണ് മറുപടി, ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ മൗനത്തോടെ ഇരിക്കുന്നു, ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന മറുപടികളാണ് നൽകുന്നത്. പല ഉദ്യോഗസ്ഥർ മാറി മാറി ചോദ്യം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഇയാളുടെ IQ ലെവൽ ഹൈ ആണെന്നുള്ളൊരു വിലയിരുത്തലിലേക്ക് കൂടിയാണ് അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത്. അന്വേഷണ സംഘം പറയുന്നത് ഇതാണ്: ഒരു കുറ്റം ചെയ്താൽ അത് എങ്ങനെ മൂടിവെക്കണം, അതെങ്ങനെ പുറത്തു വരരുത് എന്ന് കൃത്യമായ തന്ത്രങ്ങൾ അറിയുന്ന ഒരാൾ കൂടിയാണ് സെബാസ്റ്റ്യൻ എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം റോഷ്നി ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ഈ തിരോധാന കേസുകൾക്കിടയിലെ ഇടവേളകളാണ്. 2006 ബിന്ദു പത്മനാഭനെ കാണാതാകുന്നത്. അതിനുശേഷം 2012 ഐഷയെ കാണാതാകുന്നു, 2020 സിന്ധു, 2024 ജൈനമ്മ. ഈ തിരോധാന കേസുകൾക്കിടയിൽ കൃത്യമായ ഇടവേളകളുണ്ട്. ഒന്നുകിൽ അത് 4 വർഷം അല്ലെങ്കിൽ 6 വർഷം. അപ്പോൾ അത് ഒരു കൃത്യം ആസൂത്രണം ചെയ്ത് അത് നടപ്പിലാക്കി അതിന് ശേഷമുള്ള ഇടവേള എന്നുള്ള നിലയിലാണ് അന്വേഷണ സംഘം ഇതിനെ കാണുന്നത്. അതായത് ഇതൊരു കൊലപാതകമാണെന്നുള്ള സംശയം ഓരോ ദിവസം കഴിയും തോറും ബലപ്പെടുകയാണ്. കാരണം 2006 ബിന്ദു പത്മനാഭനെ കാണാതാകുന്നു, അതിനുശേഷം ഇതൊരു കൊലപാതകം, പിന്നീട് അത് എന്തൊക്കെയാണോ തെളിവുകൾ നശിപ്പിക്കാൻ കഴിയുന്ന ആ വിധത്തിൽ തന്നെ പ്രതി മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് അടുത്തൊരു കൃത്യത്തിലേക്ക് കടന്നതെന്നുള്ളൊരു വിലയിരുത്തലിലേക്കാണ് ക്രൈംബ്രാഞ്ച് എത്തിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 2 രീതിയിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് തുടരുന്നതെന്നുള്ളതാണ്. ഒന്ന്, ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചുകൊണ്ടുള്ള അന്വേഷണമാണ്. അതായത് അസ്ഥികൾ ശേഖരിച്ച് അസ്ഥികൾ കണ്ടെടുത്തുകൊണ്ട് അത് DNA പരിശോധനയ്ക്ക് അയക്കുന്നു. അന്വേഷണമാണെങ്കിലും നിർണായകമായ വിവരങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തണമെന്നുള്ളതാണ്. ഏറെ ദുരൂഹതകൾ ബാക്കി നിൽക്കുന്ന ഈ കേസിൽ സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട നിർണായക തെളിവുകൾ ഇനി എത്ര ദിവസത്തിനകം കൃത്യമായി ലഭിക്കും? ഒരു സ്ഥിരീകരണത്തിൽ എപ്പോൾ എത്താനാകുമെന്നുള്ളതാണ് ചോദ്യം.